ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിറയൻകീഴിൻ്റെ ശരിക്കും ഒരു അഭിമാനമായിട്ട് പെരുമാതുറ കടൽത്തീരം മാറുകയാണ്. നമ്മൾ വെറും കടലിൻ്റെ നാട് മാത്രമല്ല, കൃഷിയുടെ നാട് കൂടിയാണെന്ന് നമ്മൾ പച്ചപ്പിൻ്റെ സന്ദേശമാണ് നമ്മളിവിടെ കൈമാറുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പടവലപ്പന്തലിൻ്റെ ചുവട്ടിലാണ്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പെരുമാതുറ മേഖലയിൽ ശ്രീ നൂഹ് ചേട്ടൻ, നൂഹ് നിസരി വിലാസത്തിൽ ശ്രീ നൂഹ് ചേട്ടൻ്റെ കൃഷിയിടത്തിൽ ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പെരുമാതുറ ഒരു തീരപ്രദേശമാണ്. ഇവിടെ നമ്മളെപ്പോഴും ചർച്ചയാക്കുന്നത് കടലിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത് കടലോളം കൃഷിയെക്കുറിച്ചാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണക്കാലത്ത് പുഷ്പകൃഷിയുടെ ഒരു ട്രയൽ നോക്കിയിരുന്നു. അത് വിജയകരമാക്കാൻ കഴിഞ്ഞു. പച്ചക്കറിയും ചെറുതായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ പന്തൽ വിളകളുടെ കൃഷി അത്ര കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെരുമാതുറയിൽ നമ്മൾ പന്തൽ വിളകളുടെ ഒരു കൃഷി നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. അത് നമ്മുടെ മനം കുളിർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിളവ് നമുക്കതിൽ നേടിയെടുക്കാനായി. അപ്പോൾ ഈ തോട്ടം ഒരുക്കുന്നതിന് വേണ്ടി കൃഷിഭവനോടൊപ്പം പ്രവർത്തിക്കുന്ന കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടത്തിലെ പ്രവർത്തകരും ചേർന്നാണ് ഈ കൃഷിത്തോട്ടം ഒരുക്കിയത്. അപ്പോൾ ഇവിടെ പാവലുണ്ട്, ബേബി പടവലമുണ്ട്, മുളകുണ്ട്, വഴുതനയുണ്ട്, പിന്നെ പൂവും കൃഷി ചെയ്തിട്ടുണ്ട്, ഓണപ്പൂവും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂഹ് ചേട്ടൻ്റെ താല്പര്യമാണ് നമുക്ക് ഇത്തരത്തിലൊരു നല്ല കൃഷിത്തോട്ടം ഒരുക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ 4 കൃഷിത്തോട്ടങ്ങൾ നമ്മൾ പെരുമാതുറയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് പെരുമാതുറയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. മുതലപ്പൊഴിയുടെ തീരത്ത് നമ്മളൊരു 60 സെൻറ്റ് സ്ഥലത്ത് പൂവ് മാത്രം കൃഷി ചെയ്ത് വരികയാണ്. ആ പൂക്കൾ നിരന്ന് വരാൻ ഇനി ഒരു 3-4 ദിവസത്തെ സമയം കൂടി എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്ഘാടനം നമ്മുടെ ഉണ്ടാകും. രണ്ടാമത് ഒരു തെങ്ങും തോപ്പ്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തെങ്ങ് കൃഷിക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് പെരുമാതുറ. നജയുടെ ഒരു കൃഷിയുടെ 1.5 ഏക്കറിൽ നമ്മളൊരു 80 സെൻറ്റ് സ്ഥലത്ത് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് പച്ചക്കറികൾക്കൊപ്പം പൂവ്, അവിടെ പൂവ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. 2-ാം തീയതിയാണ് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സ് വെച്ചാൽ ഈ മണൽ മണ്ണിൻ്റെ ഉപ്പുരസം, അതുപോലെ തന്നെ കടൽക്കാറ്റിൻ്റെ ഒരു ഭീഷണി, വേനൽ വന്നാൽ ഉണ്ടാകുന്ന കൊടിയമായ വരൾച്ച, അതുപോലെ തന്നെ മഴക്കാലം വന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം, കള ഒന്നിനൊന്ന് കയറി വരുന്ന പ്രശ്നം, ഇതിനെല്ലാം അതിജീവിച്ച് ഈ മണൽ മണ്ണിനെയും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു തെളിവ് ഈ ഓണക്കാലത്ത് നമ്മൾ ഈ നൂഹ് ചാക്കയുടെ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മളിതൊരു മനസ്സർപ്പിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് സർവീസായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആകണം, ഇങ്ങനെ ആകുമെന്നൊന്നും നമുക്ക് കാൽക്കുലേഷൻ ഇല്ല. ഈ ഷൈമാ കുമയൂൺ എന്ന് പറഞ്ഞാൽ ആ ബീച്ച് റോഡിലെ കൃഷിയിൽ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരു ദിവസം നട്ടിട്ട് പോയി അടുത്ത ദിവസം വെള്ളം തളിക്കാൻ വരുമ്പോൾ കരിഞ്ഞു നിൽക്കും. ഞങ്ങൾ വീണ്ടും പരാജയപ്പെടാതെ അതിനെ വീണ്ടും മാറ്റി നട്ട് പേപ്പർ വരെ അടിയിൽ വിരിച്ചിട്ടുണ്ട്. ഈ ഉപ്പിനെ പിടിക്കാൻ വേണ്ടി പേപ്പർ വിരിച്ച് മൾച്ചിങ് ഷീറ്റ് ഇട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ നൂഹ് കാക്കയുടെ അവിടെ അത്ര ഇത് വേണ്ടി വന്നില്ല. കാരണം ഇത് പുരയിടമായ ഭൂമി ആയതുകൊണ്ടും പുള്ളിയുടെ ഇടപെടൽ പൂർണ്ണമായിട്ടുള്ളത് കൊണ്ടും നമുക്ക് അത്ര കണ്ട് കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ പ്രസിഡന്റിനോട് ചോദിച്ചു, സാറേ ഇതൊന്ന് വിളവെടുപ്പ് ഉദ്ഘാടനത്തിന് വരാമോ എന്ന് ചോദിച്ചു. സാറ് സമയം തന്നു. അപ്പോൾ സാറ് കുറച്ചുകൂടി അതിനെ നമ്മുടെ ആ വർക്കിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വന്ന് അതിലാദ്യം വലിയൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഒപ്പം ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാദരം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ശശി അവർകൾ സാറിനെ സാദരം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിലെല്ലാം നമ്മളോടൊപ്പം നിൽക്കുന്നത് ശ്രീമതി ഫാത്തിമ ഷാക്കിർ മെമ്പറാണ്. മെമ്പറെ ഇതിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. മുതിർന്ന കർഷകൻ ശ്രീ ഷെഫീബുള്ള ചേട്ടനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൃഷിക്കൂട്ട അംഗങ്ങളെയും കർഷക സുഹൃത്തുക്കളെയും കർമ്മശ്രീ പ്രവർത്തകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമുക്കൊരു ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ ഊഞ്ഞാലെല്ലാം കെട്ടി വളരെ ആഘോഷമായിട്ട് നമ്മളൊരു വിളവെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. അത് നമുക്കറിയാം, നമ്മളെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് നടത്തിയത്. അപ്പോൾ ഇവിടെ നമുക്കിത് വിളയിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിശയിച്ചു. കാര്യം ഇത് കഷ്ടിച്ചൊരു 55-60 ദിവസം ആവുന്നുള്ളൂ ഇതിനകത്ത് ഇത് ചെയ്തിട്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 5 പ്രാവശ്യം നമുക്ക് ഒരല്പസമയം ഒത്തിരി കൂടി ഇതിൽ മെനക്കെടുന്നതിന് ആളുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇതിപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് നമുക്കിപ്പോൾ പൂക്കളെല്ലാം ശരിയായ പൂർണ്ണലെത്താൻ ഇനി ഒരു 2-3 ദിവസം എടുക്കും. ഇതെടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ 100-120 വെച്ച് തമിഴൻ നമ്മളെ ഇന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന പൂവിന് നമുക്ക് വളരെ വില കുറച്ച് ഒരുപക്ഷെ 80 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തെന്ന് പോകും. 60 രൂപയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ തവണ നമ്മൾ അവസാനം ലാസ്റ്റ് 40 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ഈ മേഖലയിൽ. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് MLA കൃഷി ഓഫീസറാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഇതിവിടെ മാത്രമല്ല, ഇപ്പോൾ പെരുമാതുറയിൽ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം അദ്ദേഹം വേണ്ടി പറഞ്ഞെങ്കിലും ഇതിനേക്കാൾ ഉപരി നമ്മൾ ആനത്തലവട്ടം, മേൽക്കടക്കാവൂര് തുടങ്ങിയിടത്തൊക്കെ ഒരുപക്ഷെ ഇതിനേക്കാളും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൃഷിഭവന് കീഴിൽ കർമ്മസേന എന്ന് പറഞ്ഞ് ഏതാണ്ട് 8 പേരൊക്കെയുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരാണ് ഇതിന് വേണ്ടുന്ന എല്ലാ ഭൂമി ഒരുക്കി കൊടുക്കുന്നതും ബാക്കി മറ്റ് കാര്യങ്ങൾക്കെല്ലാം അവരെ മുമ്പിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മറ്റ് ആവശ്യമായ മറ്റ് സാങ്കേതിക സഹായങ്ങളെല്ലാം കൃഷിഭവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സാധാരണ കൃഷി ഓഫീസർമാരെ പോലെ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടങ്ങ് പോകുന്ന ഒരു രീതി ഇല്ല. ഈ നജ എന്ന് പറയുന്നവരുടെ അവിടെ തന്നെ രാവിലെയും വൈകുന്നേരത്തും തയ്യാറി നിൽക്കുന്ന ആ സുഹൃത്ത് ഉൾപ്പെടെ വണ്ടിയിൽ വന്ന് വെള്ളം നനച്ച് അതിനാവശ്യമായ ബാക്കി ശുശ്രൂഷകളെല്ലാം അതിന് ചെയ്തു കൊടുത്തിട്ട് പോവുകയാണ്. അവിടെയാണ് ഈ 2-ാം തീയതി ഇപ്പോൾ വിളവെടുക്കുമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും വളരെ ഭംഗിയായിട്ട് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് പെരുമാതുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണസമയത്ത് നമുക്ക് നല്ല വിഷമില്ലാത്ത ഒരു നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥ നമ്മൾ തുടർന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പക്ഷേ നമ്മുടെ പഞ്ചായത്തിനെങ്കിലും ഇതൊരു സ്വയം പര്യാപ്തതയിൽ എത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം ഞാനിന്ന് അപ്രതീക്ഷിതമായാണ് MLA എടുത്ത് ഈ കാര്യം പറയുന്നത്. രാവിലെ നമ്മളെ പാലവിള സ്കൂളിൽ അവിടെ ഒരു വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ അടുത്തിരിക്കുമ്പോൾ MLAയോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, എന്താണ് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നോക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഉറപ്പല്ലായിരുന്നു എനിക്ക്. എങ്കിലും പിന്നീട് ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് MLA ഇവിടെ എത്തിച്ചേർന്നത്. വളരെ സന്തോഷമുണ്ട്. ഇത് MLA കാണേണ്ടതാണ്, MLA അറിയേണ്ടതുമാണ്. നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ MLA ആണ്. അപ്പോൾ എന്നുള്ള നിലയ്ക്ക് MLA ഈ കാര്യത്തെ ഈ കാർഷിക മേഖലയിൽ ഇങ്ങനെ നമ്മുടെ മേഖലയിൽ ഇത് ചെയ്യുന്ന കാര്യം MLA അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് MLA വന്നതിൽ. ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് MLA ശ്രമിക്കുക. 2 കാരണങ്ങളാൽ ഞാൻ വരാൻ ആഗ്രഹിച്ചു. ഒന്ന്, ചിറയൻകീഴ് പഞ്ചായത്തിൽ നടക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്നൊരു പരാതി പൊതുവെ കൃഷി ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഉണ്ടായിരുന്നു. പ്രധാന കാരണം ഈ ചിങ്ങം 1-ന് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി വകുപ്പ് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഏറെക്കുറെ എല്ലാം ഒരേ സമയത്താണ്, രാവിലെ 10 മണി. അപ്പോൾ ഞാൻ 8 പഞ്ചായത്തുണ്ട് നമുക്ക് ചിറയൻകീഴ് നിയോജകമുണ്ട്. 8 പഞ്ചായത്തിനും ഒരേ സമയത്തെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ചിറയൻകീഴ് പഞ്ചായത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് മനഃപൂർവ്വമല്ല. ചിറയൻകീഴ് പഞ്ചായത്തിൽ എന്നെപ്പോലെ തന്നെ പങ്കെടുക്കാൻ കഴിയുന്ന ജനപ്രതിനിധികൾ ഉള്ളതുകൊണ്ടാണ് ഞാനവിടെ പോകാതെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷേ അത് വലിയ പരിഭവമായി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞ് കൃഷി ഓഫീസറും അത് സൂചിപ്പിച്ചു. അതെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൃഷി കൂട്ടായ്മയാണ് കാണേണ്ടതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ കൗതുകം തോന്നിയ മറ്റൊരു കാര്യം കൂടിയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കഴങ്ങുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാനവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ടിനകത്ത് ഇതേപോലെ ഒരു കൃഷി ഇടം കാണാനിടയായി. ഇത്രയൊന്നുമല്ല, ഒരു 10-20 ഏക്കർ ഭൂമിയിലാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ സംരംഭമായി ഏറ്റെടുത്ത് പച്ചക്കറികളും പൂക്കളും ഒക്കെയുള്ള ഒരു വലിയ കൃഷി നടത്തി വരുന്നത്. അതിൽ അവിടുത്തെ മണ്ണെന്ന് പറയുന്നതിനേക്കാളും മണ്ണല്ല, 5-6 മണലാണ്. ആ മണലിലാണ്
അങ്ങനെയുള്ള ആ മണലിലാണ് ആ കൃഷി അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നത്. ഒരുപാട് പിന്നെ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് വാസ്തവമായി. ഒരുപാട് അതിന് ഒരു പ്രത്യേകത, കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഇവിടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം പഞ്ചായത്തിന് വലിയ മാതൃകയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് ഇങ്ങനെ ഒരു ഇടം കണ്ടെത്തി വേണ്ട പ്രോത്സാഹനവും മറ്റ് സഹായങ്ങളും നൽകി മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഓഫീസിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. ഇതൊരു മാതൃകയായി നമ്മൾ സ്വീകരിക്കും. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, ഈ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വലിയ പഞ്ചായത്ത് തല പദ്ധതിക്ക് രൂപം നൽകി മാതൃകാപരമായി ഇവിടെ നടപ്പാക്കാൻ കൃഷി ഓഫീസർ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ 2013 MLA ആയി ആദ്യം വരുമ്പോൾ നിറവ് എന്നൊരു പേരിൽ ഒരു പദ്ധതി നടപ്പാക്കാൻ അത് ലക്ഷ്യമാക്കിയത് ഈ പറഞ്ഞ കാര്യമാണ്. ഒരു പഞ്ചായത്തിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറി ആ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ആ പഞ്ചായത്തിനുള്ളിൽ തന്നെ കണ്ടെത്തണം. അതിന് നല്ലൊരു ആസൂത്രണം ഉണ്ടാവണം. അതിനാവശ്യമായ സഹായങ്ങൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഈ തലങ്ങളിൽ ലഭ്യമാക്കി കൊടുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസർക്ക് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അവരുടെ പ്ലാൻ ഫണ്ട് വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ അവിടെ തന്നെ ആവശ്യമായ കർഷകരെ കണ്ടെത്തി, ഭൂമി കണ്ടെത്തി ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. അതായിരുന്നു ഞങ്ങൾ അന്ന് 2013 നിറവെന്ന പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ അതിന് തടസ്സമായി മാറി. എങ്കിലും അത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ചിറയൻകീഴ് കൃഷി ഓഫീസർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിങ്ങനെ അവിടെ കർഷകരെ കണ്ടെത്തി അവിടെ ഇതുപോലൊരു കൃഷി ഇടം കണ്ടെത്തി ഈ കൃഷി ചെയ്യുക എന്നുള്ളതിന് ഉപരിയായി മൊത്തം ഗ്രാമപഞ്ചായത്തിലെ സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം നടത്തി കൃഷി ചെയ്യാൻ കഴിയുന്ന തരിശ് ഭൂമി കണ്ടെത്തി കൃഷി ചെയ്ത് പഞ്ചായത്തിൽ ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പച്ചക്കറി സ്വയം പര്യാപ്തമാകുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസറും ശ്രമിച്ചാൽ അതൊരു മാതൃകയായി മറ്റ് പഞ്ചായത്തിലേക്ക് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ശ്രമം കൂടി തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി. ബഹുമാനപ്പെട്ട MLA, നമ്മളെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, കർമ്മസേനാംഗങ്ങൾ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയരെ, ഇന്ന് നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസം. ഇന്നലെ ഈ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഞാനും ആലോചിച്ചത് ഇത്രയും പെട്ടെന്ന് ഇത് വിളവെടുക്കാറായോ എന്നാണ്. അപ്പോഴാണിത് കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പും നമ്മളെ വാർഡിൽ കൃഷിക്കൂട്ടം പൂക്കൃഷിയും അതുപോലെ ചെറിയ പച്ചക്കൃഷിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് നമ്മൾ വലിയ ആഡംബര രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബിഗോൺ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ പന്തൽ കൃഷിയായത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു മനസ്സ് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും നമ്മളെ വാർഡിൽ ഇനിയും ഒരുപാട് പേര് കൃഷിയിലോട്ട് എത്തട്ടെ എന്നും അതുപോലെ തന്നെ ഇന്നിവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഇനിയും കൃഷിയിലോട്ട് എത്തണമെന്നും ഇനിയും നമ്മളെ ഈ തീരപ്രദേശത്ത് കൃഷി പറ്റൂല എന്ന് പറയുന്ന ഒരിത് മാറ്റിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു രംഗത്ത് നിൽക്കുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് 1-ാം തീയതി മികച്ച കർഷകരുടെ അവാർഡ്
എനിക്ക് കിട്ടുകയാണ് ചിങ്ങ1 ചിറങ്ങൽ പഞ്ചായത്ത് നൽകിയതാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിൽ എല്ലാ കൃഷിയും അത്യാവശ്യമായിട്ട് ചെയ്യാറുണ്ട് വീട്ടാവശ്യത്തിന് വേണ്ടി. ഇപ്പോഴാണ് വിശാലമായ രീതിയിൽ, കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ കൃഷി ഓഫീസറുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കർമ്മസേനക്കാർ, അവർ വന്ന് എൻ്റെ കൂടെ വന്ന് നിന്ന് ഇത്രയും ഭംഗിയാക്കി തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഞാൻ കൃഷി എൻ്റെ ജീവൻ നിലനിൽക്കുന്ന ആളുകൾ, എൻ്റെ ആരോഗ്യം ഇതാണ്, ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ആരോഗ്യം ഇതാണ്. എനിക്ക് മനസ്സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇനിയും ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നു. കൂടുതൽ സംസാരിക്കുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചിറയൻകീഴിൻ്റെ ശരിക്കും ഒരു അഭിമാനമായിട്ട് പെരുമാതുറ കടൽത്തീരം മാറുകയാണ്. നമ്മൾ വെറും കടലിൻ്റെ നാട് മാത്രമല്ല, കൃഷിയുടെ നാട് കൂടിയാണെന്ന് നമ്മൾ പച്ചപ്പിൻ്റെ സന്ദേശമാണ് നമ്മളിവിടെ കൈമാറുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പടവല പന്തലിൻ്റെ ചുവട്ടിലാണ്. ഇതിന് നമുക്ക് അവസരം നൽകിയ ശ്രീ നൂഹ് ചേട്ടനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, കൃഷിഭവന് വേണ്ടിയും, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയും, ഇവിടെ വരാൻ പോകുന്ന കൃഷിക്ക് വേണ്ടിയും നമ്മുടെ ബഹുമാനപ്പെട്ട MLA പൊന്നാട ചാർത്തി ആദരിക്കുന്നു. അങ്ങ് വെച്ചിരിക്കും. അടുത്ത് ഇത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ 8 മണി തൊട്ട് തുടങ്ങുന്ന പ്രവർത്തനം 6:30 മണിക്കാണ് കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെയും ഇവിടുത്തെ കർമ്മശ്രീ പ്രവർത്തകരുടെ അവസാനിക്കുന്നത്. അത് ഇവിടുത്തെ ആൾക്കാർ കുറേ പേർക്കൊക്കെ അറിയാം. വൈകുന്നേരം അവർ ഇവിടുന്ന് മീനും വാങ്ങി തിരിച്ചു പോകും. ആനത്തലവട്ടം ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മശ്രീ സേവന കൃഷിക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി സിന്ധു, ശ്രീമതി സുഹാന, ശ്രീ ബാബു, ശ്രീ ബിപിൻ, ശ്രീ ചിത്രാംഗതൻ, ശ്രീമതി ജീവയ്ക്ക് വേണ്ടി സൂര്യ